ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ രാവിലെ ഇങ്ങോട്ട് പോവാ. വാഴക്കുളത്ത്. എവിടെയാ? നാഗപ്പുഴ പള്ളിയിൽ. മാതാവിൻ്റെ 8 നോമ്പ് തീരാൻ പോകുന്നതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണെന്ന്, അതായത് ഞായറാഴ്ച. അപ്പോൾ നമുക്ക് നാഗപ്പുഴ പള്ളിയിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കാര്യം പറഞ്ഞാൽ പപ്പയുടെ കണ്ണ് കെട്ടിച്ച ദിവസമായിരുന്നു തോന്നുന്നത്. 2-3 പ്രാവശ്യം വഴിയൊക്കെ തെറ്റി. പിന്നെ അവസാനം വഴിയൊക്കെ ചോദിക്കേണ്ടി വന്ന്. കാര്യം പറഞ്ഞാൽ പപ്പയുടെ പെണ്ണുങ്ങൾ കെട്ടിച്ച് വിട്ടിരിക്കുന്ന സ്ഥലമൊക്കെ, പക്ഷേ ആദ്യമായിട്ട് പുള്ളിക്ക് വഴിയൊക്കെ തെറ്റി. പോണ ബോർഡ് കണ്ടിട്ട് പോലും അതിൻ്റെ നേരെ തിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു. ഏതായാലും നമ്മൾ സ്ഥലത്തെത്തി. അല്ലെങ്കിലും ഇനിയിപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഫുള്ള് ഇങ്ങനെ കൊടിയൊക്കെ കിട്ടി, പിന്നെ കുറേ മാലയൊക്കെ തൂക്കി, സൈഡിലുള്ള ബിൽഡിങ്സും വീടുകളും ഒക്കെ അടിപൊളിയായിട്ട് നല്ല ഭംഗിക്ക് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് പോകാനായിട്ട് എളുപ്പമാണല്ലോ അല്ലെങ്കിൽ. എന്നിട്ട് പിന്നെ പള്ളിയുടെ ആണെങ്കിലും ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. ഞങ്ങൾ പള്ളിയുടെ സൈഡിൽ നിന്നാണ് കയറിയത്. അപ്പോൾ അതിൻ്റെ ഞാൻ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല, എവിടെയോ പോയി. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാട്ടോ. ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഭംഗിയൊന്നുമില്ല. പിന്നെ നമ്മളെ പള്ളിയുടെ മുമ്പിലോട്ട് കയറി നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന മാതാവിൻ്റെ ഒരു അടിപൊളി ഗ്രോട്ടയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഞാനൊരിത് കൂടെ കുറച്ചധികം നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. നിഷ്കളങ്കയെ മാതാവിൻ്റെ കണ്ണിലോട്ട് നോക്കിയപ്പോൾ എന്തോ കണ്ണ് നിറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പിന്നെ ഒന്നും കൂടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറി. കാരണം 5:30 ആവാറായിരുന്നു. ഞങ്ങൾക്ക് 5:30 കുർബാന കൂടണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി. അവിടെ ചെന്നപ്പോൾ പുറത്ത് കണ്ട പോലെ അല്ലായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പള്ളിയുടെ അകത്ത് നിറയെ ആൾക്കാരായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ബെഞ്ചസും ഫിൽഡായിരുന്നു. അത്രയും നേരത്തെ ഒത്തിരി ആൾക്കാർ നേരത്തെ വന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് നാഗപ്പുഴ പള്ളി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പള്ളിയിൽ ആദ്യം പോകുമ്പം അവിടെ നമുക്ക് 3 ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കാര്യം അറിയോ? ഞാൻ എന്തായാലും 3 ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അത് നമുക്ക് നടത്തി കിട്ടുമെന്നാണ്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു 3 ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ ഈശോനോടും മാതാവിനോടും പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ, ഇനി ഏതെങ്കിലും പള്ളിയിൽ ആദ്യമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ദ വെരി ഫസ്റ്റ് ടൈം ആ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ 3 ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം, മറക്കല്ലേ. പള്ളിയുടെ അൽത്താര കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ആദ്യത്തേനേക്കാളും ഒത്തിരി തിരക്കായിരുന്നു. ഇൻഫാക്റ്റ് ആ സമയത്തെല്ലാം വന്നിരുന്നെങ്കിൽ പെട്ടുപോയേനെ. നാളെ നമ്മുടെ നോമ്പ് അവസാനിക്കില്ലേ, അപ്പോൾ പിന്നെ വീട്ടിൽ പോയി ബീഫൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഈ പോണ വഴിക്ക് തന്നെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പോരുമ്പോഴാണ് നമ്മുടെ കല്ലൂർക്കാട് പള്ളിയുണ്ട്. അന്നേരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ പപ്പേനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി കേരളവും ഹരിതാപയും വെച്ചപ്പോൾ അതെന്നെ വിട്ടിട്ട് പോകത്തില്ലല്ലോ. ഞാൻ പറയണേനും കാര്യമുണ്ടല്ലോ. ആ മലയിൽ നോക്കി നല്ല ഭംഗിയില്ലേ, കോടമഞ്ഞൊക്കെ നിൽക്കണതാണ്. ഇടയ്ക്ക് കുറച്ച് വീടൊക്കെ കയറി വന്നു. എന്നാലും നോക്ക്, ഇടയിലോട്ട് നല്ല രസമില്ലേ. കുറച്ച് നേരം ഞാനങ്ങനെ കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.